എന്നെപ്പറ്റി പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് മീഡിയയിലും വരുന്നുണ്ടായിരുന്നു, ഇലക്ട്രോണിക് മീഡിയയിലാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറയാത്ത കാര്യങ്ങളും പലരും കൊടുത്തു, ഞാൻ അറിയാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു മാധ്യമത്തോടും ഞാൻ മത്സരിക്കുന്നുവെന്ന് ഇതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോടും ഞാൻ മത്സരിക്കുന്നതായി അറിയിച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ആമുഖമായി പറയുകയാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ സംസാരിച്ചെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന പ്രചരണം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നു എന്ന് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ദേശാഭിമാനിയോട് ചെല്ലൽ കൊടുത്തിരിക്കുക. ദേശാഭിമാനി പിന്നെ എൻ്റെ വാർത്തകൾ പൊതുവെ കൊടുക്കാറില്ല. ഇത് മാത്രമല്ല, ഇതിനൊട്ടും കൊടുക്കില്ല, ഒന്നും കൊടുക്കാറില്ല, എൻ്റെ വാർത്തകൾ എടുത്തില്ല. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നിർമ്മിച്ച പെരുമ്പണം പാലത്തെ പറ്റി 5-6 റിപ്പോർട്ട് ദേശാഭിമാനി വന്നു. ഒരിക്കൽ പോലും ഇത് G. സുധാകരൻ മരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ആവിഷ്കരിച്ചതെന്ന് അവർ പറയാൻ തയ്യാറായിട്ടില്ല. നേരത്തെ അറിയാനാണ്. അതൊന്നും ആ റിപ്പോർട്ടർമാർ പാലിക്കുന്നില്ല. പത്രാധിപർ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനമാണ് അവരെടുത്തത്. അവർ സ്വാഭാവികമായിട്ടും എന്നെപ്പറ്റി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുറേ കാലമായിട്ട് എൻ്റെ കാരണമാണ്. അപ്പോൾ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നുവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ പാർട്ടി നേതാക്കൾ ദൗത്യവുമായി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണം.